നമ്മൾ ഒരുപക്ഷെ ഇവിടെ തന്നെ തുടരും, മായയിൽ വീഴാതെ ഇരിക്കും. ഇത് താൽക്കാലിക ലോകമാണെന്നറിയാം. പക്ഷെ നമ്മൾ ഇവിടെയാണ് തുടരുന്നതെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം? ഇവിടെ ഇരുന്നിട്ട് മായയിൽ പെട്ടിട്ട് എന്ത് കാര്യം, പെടാതിരുന്നിട്ട് എന്ത് കാര്യം? മെയിൻ ഫോക്കസ് എന്താണ്? ഭഗവാന്റെ അടുത്ത് എത്തുക എന്നതാണ്. ഇവിടെ മായയിൽ പെട്ടുപോയാലും പെട്ടില്ലെങ്കിലും നമ്മുടെ പ്രധാന ലക്ഷ്യം ഇവിടുന്ന് ഇറങ്ങുക എന്നതാണ്. നമ്മുടെ ഭൗതിക ലോകത്തിൽ നിന്നും പുറത്തു വരണം എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. മായാദേവിയെ ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പോകണം. അവിടെ എത്തുന്നവരെ നമ്മൾ സേഫ് അല്ല. ഇതാണ് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ സത്സംഗത്തിലുള്ള ഭക്തരോട് പറയുന്നത്. നമ്മൾ ജപിക്കുന്നുണ്ട്, വെരി ഗുഡ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സർവീസുകൾ ചെയ്യുന്നുണ്ട്, ഓക്കെ. പക്ഷെ പറ്റുന്ന പോലെയാണോ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കണം. നമ്മുടെ കഴിവിൻ്റെ മാക്സിമം ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ആയിപ്പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക.